അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങി. ഇന്നലെ ഇന്ത്യൻ സമയം പകൽ 11:02-നാണ് ക്യൂരിയോസിറ്റി സുരക്ഷിതമായി ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങിയത്. ആശങ്കകൾക്കും ഉദ്യോഗത്തിനും വിരാമമിട്ട് നാസയുടെ റോബോട്ടിക് വാഹനമായ ക്യൂരിയോസിറ്റി ചൊവ്വാഗ്രഹത്തിൽ സുരക്ഷിതമായി ഇറങ്ങി. 1969-ൽ മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ ബഹിരാകാശ മുന്നേറ്റമാണിതെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ക്യൂരിയോസിറ്റി ചൊവ്വയിലിറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള 7 മിനിറ്റുകൾ അതീവ നിർണായകമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ 7 സംഭ്രമ നിമിഷങ്ങൾ എന്നാണ് ഇതിനെ നാസ വിശേഷിപ്പിച്ചത്. ഗ്രഹ മധ്യരേഖയോട് ചേർന്നുള്ള ഗ്രേറ്റ് കേറ്റർ എന്ന പടുകൂറ്റൻ കുഴിയുടെ അടിത്തട്ടിലാണ് പേടകം ഇറങ്ങിയത്. ചൊവ്വയിൽ ജീവന്റെ സാന്നിധ്യമുണ്ടായിരുന്നോ എന്നുള്ള അന്വേഷണമാണ് ഇവിടെ ക്യൂരിയോസിറ്റി നടത്തുക. അങ്ങനെ ലഭിക്കുന്ന തെളിവുകൾ ഭാവി ചൊവ്വ ദൗത്യങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനമാണെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പറയുന്നു. ചൊവ്വ പ്രതലത്തിൽ ജീവന്റെ സാന്നിധ്യം തേടാനുള്ള ഉപകരണങ്ങളുടെ സമ്പന്ന ശേഖരവും വഹിച്ചാണ് 56.6 കോടി കിലോമീറ്റർ പറന്ന ക്യൂരിയോസിറ്റി ചൊവ്വയിലെത്തിയത്. 2 വർഷം നീളുന്ന ദൗത്യത്തിനിടെ സുപ്രധാന വിവരങ്ങൾ ഈ പേടകം ഭൂമിയിൽ അയക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ നവംബർ 26-ന് ഫ്ലോറിഡയിലെ കേപ്പ് കാനവറിൽ നിന്നാണ് പേടകം വിക്ഷേപിച്ചത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ചൊവ്വ പര്യവേഷണ പരിപാടിയായ ഇതിന് $250 കോടി ചെലവ്. മുൻകാല ചൊവ്വ പര്യവേഷണ വാഹനങ്ങളെ അപേക്ഷിച്ച് വലുപ്പവും ഭാരവും കൂടുതലായതുകൊണ്ടാണ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി സങ്കീർണമായ ലാൻഡിംഗ് രീതി പരീക്ഷിക്കേണ്ടി വന്നത്. സ്പിരിറ്റ്, ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ മുൻ വാഹനങ്ങൾ എയർ ബാഗുകളുടെ സഹായത്തോടെയാണ് ചൊവ്വയിൽ ഇറങ്ങിയതെങ്കിൽ ആകാശ ക്രെയിൻ സംവിധാനമാണ് ക്യൂരിയോസിറ്റിക്കായി ഉപയോഗിച്ചത്. അമേരിക്കൻ പര്യവേഷണ പേടകം ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങിയതോടെ US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പുതിയൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. നാസയുടെ ചൊവ്വ ദൗത്യങ്ങളിൽ ഒന്ന് മാത്രമേ ഇതുവരെയും പരാജയപ്പെട്ടിട്ടുള്ളൂ. 1999-ലെ ഡീപ് സ്പേസ് 2 ആയിരുന്നു അത്. അതിനു മുമ്പും ശേഷവും നടത്തിയ ദൗത്യങ്ങളിലെല്ലാം വിജയം നാസയ്ക്കൊപ്പം നിന്നു. പഴയ USSR ആണ് ചൊവ്വ ദൗത്യം തുടങ്ങി വെച്ചതെങ്കിലും ഇവരുടെ യത്നങ്ങളിൽ ഒന്നുപോലും വിജയത്തിലെത്തിയിരുന്നില്ല.